വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളിൽ കൂടുതൽ യോജിച്ച് പ്രവർത്തിക്കാൻ കത്തോലിക്ക സഭയും NSSും തമ്മിൽ ധാരണയായി. വിഷയത്തിൽ തുടർ ചർച്ചകൾക്ക് ശേഷം സംയുക്തമായി സർക്കാരിനെ സമീപിക്കുമെന്ന് NSSും സഭയും വ്യക്തമാക്കി. KCBC ചെയർമാൻ മാർ ക്ലിമീസ് കാതോലിക്ക ബാവയുടെ പെരുന്നാൾ സന്ദർശനത്തിലാണ് തീരുമാനം. ജനുവരി ആദ്യവാരം നടക്കുന്ന മന്നം ജയന്തി സമ്മേളനത്തിന് ആശംസ അറിയിക്കാനാണ് ക്ലിമീസ് ബാവ പെരുന്നയിലെത്തിയത്. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുമായി അടച്ചിട്ട മുറിയിൽ 1.5 മണിക്കൂറോളം ക്ലിമീസ് ബാവ ചർച്ച നടത്തി. വിദ്യാഭ്യാസ മേഖലയിലെ പ്രശ്നങ്ങളായിരുന്നു പ്രധാന ചർച്ചാ വിഷയമെന്ന് ഇരുവരും പ്രതികരിച്ചു. എയ്ഡഡ് വിദ്യാഭ്യാസ മേഖലയിലുള്ള അനേക കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. അത് തീർച്ചയായും ഞങ്ങൾ വീണ്ടും ചർച്ചയ്ക്ക് ഇരിക്കുന്നതാണ്. ആ ചർച്ചയ്ക്ക് ശേഷം ഞങ്ങൾ ഗവൺമെൻറ്റിൻ്റെ അടുക്കൽ ഈ കാര്യങ്ങൾ സംയുക്തമായി തന്നെ അവതരിപ്പിക്കുകയും നമുക്ക് എല്ലാവർക്കും ഗുണകരമായിട്ട് തീരുവാനുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയും ഞങ്ങൾ സമർപ്പിക്കണമെന്ന് ആഗ്രഹിക്കും. എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല എന്ന ഒരു കൺസെപ്റ്റ് തന്നെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള ഉത്തരവുകളും അതുപോലെ തന്നെ നിയമ ഭേദഗതികളുമാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനെതിരെ നായർ സർവീസ് സൊസൈറ്റി ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ക്രൈസ്തവ സഭകളും അതിനെ അനുകൂലിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഈ വിഷയത്തിൽ സാമൂഹ്യ നീതിക്ക് വേണ്ടി, സാധാരണക്കാരൻ്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി സഹായകരമായ ആ സ്ഥാപനങ്ങളെ നിലനിർത്തുവാനുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് നീങ്ങും. മദ്യനയമടക്കമുള്ളവയിൽ ഇരുകൂട്ടർക്കും വ്യക്തമായ അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഇക്കാര്യങ്ങളിൽ ചർച്ച നടന്നിട്ടില്ലെന്നും ഇരുവരും പ്രതികരിച്ചു. റിപ്പോർട്ടർ, കോട്ടയം.